കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? അപ്പോഴേ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ക്ലാസ്സിൽ പഠിച്ചല്ലേ? അപ്പൊ അത് നമുക്കൊന്ന് റിവൈസ് ചെയ്തൊന്നുകൂടെ ഒന്ന് നോക്കാം. എന്താ? അപ്പൊ ഇന്ന് ആദ്യം നമ്മള് ചർച്ച ചെയ്തത് സംഗീതത്തെ കുറിച്ചാണ്, ഇല്ലയോ? ഇപ്പൊ ലോകത്ത് 2 തരം സംഗീത രീതികളുണ്ടെന്ന് പഠിച്ചല്ലേ? ഏതൊക്കെയാ? ആണല്ലോ, പാശ്ചാത്യ സംഗീതം, പൗരസ്ത്യ സംഗീതം, ഇല്ലയോ? അതില് നമ്മളിന്ന് പ്രധാനമായിട്ടും എടുത്തത് നമ്മുടെ ഈസ്റ്റേണിനാണ്, പൗരസ്ത്യ സംഗീതം. പൗരസ്ത്യ സംഗീതത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 സംഗീത രീതികളെ കുറിച്ച് നമ്മൾ നോക്കി. ഏതൊക്കെയാണ്? ഒന്ന് പേർഷ്യൻ സംഗീതം, അല്ലെങ്കിൽ അറേബ്യൻ സംഗീതം, അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീതം, ഇല്ലയോ? ഇന്ത്യൻ സംഗീതത്തിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാ? കർണാടക സംഗീതം, പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതം, ഇല്ലയോ? അങ്ങനെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ നോക്കിയത് സംഗീതം, അതിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് എന്താണ്? അപ്പൊ അതെന്താണ്? ശബ്ദമാണ്, അല്ലേ? ശബ്ദത്തില് ഏറ്റവും സൗന്ദര്യമുള്ള, കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദത്തെയാണ് നമ്മൾ എന്തിനെടുത്തിരിക്കുന്നത്? സംഗീതത്തിനായിട്ട് എടുത്തിരിക്കുന്നത്, ഇല്ലയോ? അതിന് നമ്മൾ എന്തോ ഒരു പേര് പറയുന്നു പറഞ്ഞു. നാദം. എന്താ? നാദം. എന്നൂടെ പറഞ്ഞേ. നാദം. അപ്പൊ നാദമാണ് സംഗീതത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള നാദങ്ങള് നമ്മൾ കേൾക്കാറുണ്ട്? ഒരു നാദം. നാദം ഏതൊക്കെയുണ്ട്? മണിനാദമുണ്ട്, കിളിനാദമുണ്ട്, ചെണ്ടയുടെ നാദമുണ്ട്, തബലയുടെ നാദമുണ്ട്, മൃദംഗത്തിന്റെ നാദമുണ്ട്, വീണയുടെ നാദമുണ്ട്, ഇല്ലയോ? അപ്പൊ അതെല്ലാം കേൾക്കാൻ വളരെ രസകരമായിട്ടുള്ളതാണ്, ഇല്ലയോ? അപ്പൊ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, ഇല്ലയോ? വീണയെ പറ്റി പറഞ്ഞു, ഓടക്കുഴലിനെ പറ്റി പറഞ്ഞു, പിന്നെ നമ്മുടെ തന്നെ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞു, ഇല്ലയോ? പിന്നെ മൃദംഗത്തെ പറ്റി പറഞ്ഞു. കണ്ടോ? അപ്പോ ഈ ശബ്ദങ്ങളെല്ലാം ഉണ്ടാവുന്ന സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഒരു 5 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. 5 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെന്ന് പറഞ്ഞാല്, നമ്മൾ ചില ഇൻസ്ട്രുമെന്റുകൾ എടുത്തു കഴിഞ്ഞാല് നമ്മൾ ഒന്നുകിൽ ആ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആള് നഖം ഇങ്ങനെ നീട്ടി വളർത്തുക. മനസ്സിലായോ? നഖം. അല്ലെങ്കിൽ ചിലപ്പോ നമ്മള് ഈ നഖം പോലുള്ള എന്തെങ്കിലും